എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാരമ്പര്യമായ കലകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ അറിവ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ അറിയാതെ പോകുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ബുദ്ധിയിൽ കിട്ടുന്ന അറിവല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവുകൾ. ഈ പാരമ്പര്യമായ രീതിയിൽ പരിശീലിക്കുമ്പോൾ നമ്മൾ മുന്നോറുകൾ சொல்லிக் கொடுத்த அறிவுகள் தான் இன்னைக்கு நான் சொல்லி கொடுக்குறாங்க. அப்போ இந்த பாரம்பரியமான இந்த கலை நல்ல രീതിയിലേ வந்து പരിശീലിக்க வேண்டும். குழந்தைகளோட அறிவு நல்ல രീതിയിലേ വളരും. குழந்தைகள் நல்ல உற்சாகத்தோடையும் ஆரோக்கியத்தோடையும் இருக்க முடியும் என்பதுதான் இந்த கலையோட நோக்கம். குழந்தைகள் பள்ளிக்கூடத்திலே போகும்போது நல்ல உமேஷத்தோடு இருந்து படிக்க முடியும், நல்ல രീതിയിலே வளர முடியும் என்பதுதான் இந்த பாரம்பரியமான கலைகளில் இருக்கின்ற முன்னோர்கள் പറഞ്ഞു கொடுத்த അറിവുകളെ നാദാ சொல்லி കൊടുக்குறாங்க. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന വിഷയം നമ്മുടെ തലമുറകൾ പറഞ്ഞു തന്നതായ അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേറെ ഒന്നും ഇവിടെ ഇല്ല. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് പാരമ്പര്യമായ നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യമായ കലകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ തലമുറകൾ പറഞ്ഞു തന്ന അറിവുകളാണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. അവർ നല്ല രീതിയിൽ വരണം, കുട്ടികൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരണമെന്ന് ഞാനിത് ഇവിടെ പഠിപ്പിക്കുന്നത്. അവർ ഇവിടെ വന്ന് പരിശീലിക്കുമ്പോഴാണ് നല്ല അറിവുണ്ടാകുന്നത്. കുട്ടികൾ നല്ല രീതിയിലേക്ക് വരാൻ കഴിയുക, നല്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കുട്ടികളായി മാറും. അതാണ് ഇവിടെ പരിശീലിപ്പിക്കുമ്പോൾ ഇവിടുത്തെ പരിശീലനം പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ പാരമ്പര്യ രീതിയിലാണ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ കുട്ടികൾ പൊട്ട വഴികളിലൂടെ പോവില്ല. ഈ പരിശീലനം പഠിക്കുമ്പോൾ നല്ല അറിവുകൾ കുട്ടികൾക്ക് ഉണ്ടാകും. കാലത്തനുസരിച്ച് പള്ളിക്കൂടത്തിൽ പോയി നല്ല രീതിയിൽ പഠിക്ക മുടിയും. നല്ല ഉന്മേഷത്തോടെ കുട്ടികൾ ഇരിക്കും. അതാണ് ഈ പാരമ്പര്യമായ കലയുടെ പ്രത്യേകത. ഞാനിന്ന് പാരമ്പര്യ രീതിയിൽ പരിശീലിച്ചു വന്ന അതിൻ്റെ അംഗീകൃതമായ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് ഞാനൊന്ന് കാണിക്കുന്നുള്ളൂ. എല്ലാം ഇവിടെ വന്ന് നിങ്ങൾ പരിശീലിക്കുക. ഇത് വന്നിട്ട് അടിമുറ എന്നുള്ളൊരു അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണിത്. ഇത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ്. ഇത് മാർഷൽ ആർട്സ് എന്ന അതിൻ്റെ അംഗീകാരമുള്ള 3 ബ്ലാക്ക് ബെൽറ്റ് മേടിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് ബെൽറ്റ് മേടിച്ച സർട്ടിഫിക്കറ്റുകളാണ്. ഇത് 3ാമത്തെ ബ്ലാക്ക് ബെൽറ്റും ഇത് 1ാമത്തെ ബ്ലാക്ക് ബെൽറ്റുമാണ്. കഴിഞ്ഞില്ല. ഇനിയും നമ്മുടെ ഗുരുകുലം എന്നത് കൃഷ്ണ കളരി മർമ്മ ഗുരുകുലം എന്നത് പറയാൻ കാരണം അതിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണിത്. അപ്പോൾ അവിടെ വന്ന് പരിശീലിക്കുന്ന കുട്ടികൾക്ക് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറയാൻ കാരണം കുട്ടികൾ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നല്ല രീതിയിൽ കുട്ടികൾ നല്ല മാറ്റം വരണം. പാരമ്പര്യമായ കല പഠിക്കുമ്പോൾ കുട്ടികൾ അവർ പ്രൊഫഷണലായി മാറി നല്ല രീതിയിൽ കുട്ടികൾ വരണം എന്നാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ നമ്മുടെ തലമുറകൾ പറഞ്ഞു കൊടുക്കുന്ന മുന്നോറുകൾ പഠിപ്പിച്ചു കൊടുത്ത അറിവുകൾ ഇങ്ങ சொல்லி கொடுக்குறாங்க. நான் அந்த അറിവുകൾ കുഴந்தைകൾ പഠിക്കുമ്പോൾ നല്ല രീതിയിലേ മാറും. കുഴந்தைകൾ നല്ല രീതിയിലേ ഉற்சாகத்தோடையும் நல்ல രീതിയിലേ അറിവുകൾ കുഴந்தைகளுக்கு கிடைக்கும் என்பதுதான் இந்த கலையோட நோக்கம். இதிலே யோகா கிளாஸ் இருக்கின்றது, மெடிடேஷன் யோகா இருக்கின்றது, ப்ரொஃபஷனல் மார்ஷல் ஆர்ட்ஸ் இருக்கின்றது. இது சுரക്ഷ കൂടുതൽ குழந்தைகளுக்கு கிடைக்கும். குழந்தைகள் பயப்பட வேண்டிய அவசியம் கிடையாது. இந்த மார்ஷல் ஆர்ட்ஸ் படித்தால் குழந்தைகள் நல்ல தைரியம் உற்சாகத்தோடு இருக்கும். நல்ல രീതിയിലേ குழந்தைகள் വളരെ കൂടിയ അറിവുകൾ ഇങ്ങിருந்து പകർന്ന് குழந்தைகளுக்கு நல்ல രീതിയിലേ சொல்லிக் கொடுக்கும். அதுதான் இந்த பாரம்பரியமான நம்ம முன்னோர்கள் பகிர்ந்து கொடுத்த அறிவுகளை தான் இன்னைக்கு நான் சொல்லி கொடுக்குறாங்க. இது வந்து இது மார்ஷல் ஆர்ட்ஸோட சர்டிஃபிகேட்டுங்க. இது வந்து
12ാം ബ്ലാക്ക് ബെൽറ്റ് വരെയുള്ള സർട്ടിഫിക്കറ്റ് മാർഷൽ ആർട്സിലെ. அப்போ இதெல்லாம் சர்டிஃபிகேட் தான். எதுக்கு இது காணிக்கிறேன்னு கேட்டா, நீங்க மனசிலாக்க வேண்டிய காரியங்களை தான் இன்னைக்கு சொல்லி கொடுக்குறாங்க. நம்ம பாரம்பரியமான இந்தியாவோட கலையை உயர்த்தி கொண்டு வர்றேன்னா கேட்டா, குழந்தைகள் நல்ல രീതിയിലേ വളരണം, நல்ல രീതിയിലേ நல்ல சமூகத்திலே நல்ல குழந்தைகளாய் மாறணும் என்பதுதான் என்னுடைய நோக்கம். அதுதான் என்னுடைய ரீதியிலே நான் போகின்றது, இந்த கலை படிப்பிக்கின்றது. வேற யாரும் இந்த பாரம்பரியமான கலை படிப்பிக்க முடியாது. கேட்டா அவருக்கு சொல்லிக் கொடுக்க தெரியாது. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ இருக்கின்றது. நல்ல நல்ல விஷயங்களே குழந்தைகள் முன்னோர்கள் சொல்லிக் கொடுத்த அறிவுகளே குழந்தைகளுக்கு சொல்லிக் கொடுக்கும் போதுதான் குழந்தைகள் நல்ல ரீதியிலே வரும் என்பதுதான் என்னுடைய இந்த காரியங்களே உங்களுக்கு தெரிய வேண்டியது. நீங்கள் நல்ல ரீதியிலே புரிய வேண்டிய விஷயம் தான் இன்னைக்கு சொல்றோம். அப்ப எல்லாருக்குமே நன்றி, எல்லாருக்கும் வணக்கம்.